അമ്മയ്ക്ക് കൃത്യമായിട്ട് ഈ കടബാധ്യതയെപ്പറ്റി നല്ല നോളജ് ഉണ്ട്, അറിവുണ്ട്. പക്ഷേ അമ്മ ഈ പയ്യനെ അടിയേറ്റെന്ന് പറയുന്നതിൽ ഇപ്പോൾ എനിക്ക് സംശയം വരുന്നുണ്ട്. കാരണം രാവിലെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം അമ്മയ്ക്കിട്ടാണ് അടിച്ചെങ്കിൽ വൈകിട്ട് ഇതെല്ലാം കൃത്യവും കഴിഞ്ഞ് തിരിച്ചു വരുന്നിടം വരെ അമ്മ ജീവിച്ചിരിക്കുമോ സംശയമുണ്ട്. അമ്മ തറയിൽ വീണതാണ് എന്ന് പറഞ്ഞത് അത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഈ മൂത്തവനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾക്ക് അമ്മയ്ക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സർ, അഫാന്റെ കേസിൽ ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മനഃശാസ്ത്ര വിദഗ്ധനോട് അഫാൻ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഈ കൊലപാതകം നടക്കുന്ന ദിവസത്തിന്റെ തലേന്ന് അഫാനും ഉമ്മയും തട്ടത്തുമലയിലെ ഒരു ബന്ധു വീട്ടിൽ പോയി പണം കടം ചോദിച്ചിട്ടുണ്ട്. 50,000 രൂപയാണ് ചോദിച്ചത്. പക്ഷെ അവർ കൊടുത്തില്ല. കാരണം അതിനു മുൻപും പലതവണ അവർക്ക് പണം കൊടുത്തിട്ടുണ്ട്, സ്വർണ്ണാഭരണം കൊടുത്തിട്ടുണ്ട്. അതും അവിടുത്തെ ഉമ്മയുടെ കൊച്ചുമ്മയുടെ കല്യാണത്തിന് സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണ്ണാഭരണമാണ് എടുത്തു കൊടുത്തത്. അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവർ 50,000 ചോദിച്ചു കൊടുത്തില്ല. നിരാശരായിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം ഈ കൊലപാതകം നടക്കുന്ന ദിവസവും അഫാന്റെ ഉമ്മ ഷെമി ഈ തട്ടത്തുമലയിലുള്ള ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട്, പൈസ ചോദിച്ചു. അവർ പൈസ കൊടുത്തില്ല. അതിനുശേഷമാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. നമുക്ക് ഈ കൊലപാതകത്തിലേക്ക് വരുന്നതിന് മുൻപ് എന്തുകൊണ്ടായിരിക്കും ഇത്രയ്ക്ക് പണത്തിന് ഇവർക്ക് ആവശ്യം? അങ്ങനെ ഒരു ചെറിയ കുടുംബത്തിന്, ഇപ്പോൾ അഫാന്റെ പിതാവ് പറയുന്നുണ്ട് 65 ലക്ഷത്തിന്റെ കടം വരേണ്ട സാധ്യതയില്ല എന്ന്. 3 അംഗ കുടുംബമാണ്, ദൂരത്തുണ്ട് എന്ന് പറയാം. എങ്കിൽ തന്നെ ഇത്രയ്ക്ക് പണത്തിന്റെ ആവശ്യം എന്തുകൊണ്ട് സംഭവിച്ചു അവർക്ക്? ഇല്ല, നമ്മൾ ആലോചിക്കുമ്പം അമ്മയുടെ റോളൂടെ ആലോചിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കടം വരുത്തിയത് മകൻ മാത്രമല്ല എന്നാണ് ഇതിനൊരു ധ്വനി വരുന്നത്. സൂക്ഷിക്കണം അത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ നോർമലായി എന്ന് കരുതുന്നു. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പം കടം 65 ലക്ഷം രൂപ കടം ഉണ്ടെന്ന് പറഞ്ഞത് ഭർത്താവിന് അറിവില്ല. പക്ഷേ അമ്മയും മകനും കൂടെയാണ് വരുത്തി വെച്ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ റോള്, ഇപ്പോഴത്തെ റോള് മാറും. കാരണം 65 ലക്ഷത്തിൻ്റെ കടം ഭർത്താവിന് അറിഞ്ഞുകൂടാ, പിന്നെ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല, ആ തട്ടത്തുമലയുള്ള അവരെ നിന്ന് നേരത്തെ പല സന്ദർഭത്തിലും സ്വർണവും അതും ഇതുമെല്ലാം ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൊല്ലുന്ന ദിവസം വീണ്ടും ഒരു 50,000 രൂപ ഈ പയ്യൻ അഫാൻ ചോദിച്ചതായിട്ട് വരുന്നുണ്ട്. അതിന് മുമ്പ് അമ്മയുടെ അറിവോടുകൂടി തന്നെയാണ് അവരുടെ വീട്ടിൽ നിന്ന് പല പ്രാവശ്യം സ്വർണവും വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവ് അറിയത്തില്ലെങ്കിലും 65 ലക്ഷം രൂപ ഇങ്ങനെ പലർക്കും ആയിട്ട് കടം വാങ്ങിച്ചത് സ്വർണം വാങ്ങിച്ചതായിട്ട് കൊടുക്കാനുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തെങ്കിൽ നമുക്ക് യഥാർത്ഥ കഥ അറിയാനൊക്കെ. അങ്ങനെയെങ്കിൽ ഈ പണം മാത്രമല്ല, അതായത് ഒരു ബന്ധുവിന്റെ മരുമകളുടെ വസ്തു ബാങ്കിൽ പണയപ്പെടുത്തി അതൊന്നും വായ്പ എടുത്തിട്ടുണ്ട് ഇവര്. അപ്പൊ അതും സംശയാസ്പദമാണ്. കാരണം ഇവരെന്തിനാണ് ഈ പണം ചെലവാക്കിയത്? ആരെങ്കിലും ഇവരുടെ പണം തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. അതിനുള്ള സാധ്യത വളരെ, അത് അമ്മയ്ക്ക് അറിയാം ഏത് വഴിക്കൂടെയാണ് പണം പോയത്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ അന്ധവിശ്വാസത്തിലോട്ടൊക്കെ ഇവർ പോയിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നത്. പക്ഷെ അപ്പോഴും സംശയമുള്ളത് അഫാൻ മാത്രമല്ല, ഈ പണം കടം ചോദിക്കാൻ അമ്മയും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ അറിഞ്ഞുകൊണ്ട് എല്ലാം സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? അതിലേക്ക് ഇപ്പം ഇതൊക്കെ സംശയാസ്പദമാണ്. അപ്പോൾ അതിലേക്ക് തന്നെ അത് പോലീസ് വെരിഫൈ ചെയ്യണം. അമ്മയ്ക്കൊരു നോർമലായിട്ടുള്ള ഒരു അവർ ഇപ്പം ഒരു പറയുന്ന കാര്യങ്ങൾ പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞു കളയും. നോർമലായി കഴിയുമ്പോൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഈ മകൻ വരുത്തി വെച്ച കടം മകനത് എത്രത്തോളം വെളിവാക്കിയിട്ടുണ്ടോ നമുക്കറിയത്തില്ല. അമ്മയ്ക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പം ഇതിനകത്ത് അമ്മയുടെ ഇൻവോൾവ്മെൻ്റ് കൂടെ വരും. അതുകൊണ്ട് പിക്ചർ മാറുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ശക്തമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മയെ അറിഞ്ഞ് ഏതെങ്കിലും ആൾക്കാർ ഇതിനകത്ത് കളിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് അമ്മ ഇവനുമായിട്ട് എവിടെയെങ്കിലും ഒന്നിച്ചു പോയിട്ടുണ്ടോ, അതൊക്കെ ഇനി നോക്കേണ്ടിയിരിക്കുന്നു. ഇവൻ ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരെല്ലാം അമ്മയെ വിളിച്ചിട്ടുണ്ടോ ഇല്ല അമ്മയുടെ മൊബൈൽ ഫോൺ നോക്കേണ്ടി വരും. അപ്പോൾ ഈ വിവരങ്ങളൊന്നും ഭർത്താവ് അറിയണമെന്ന് താല്പര്യമില്ല. അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർ തന്നെ വരുത്തി വെച്ച് അമ്മയും കൂടെ ചേർന്ന് വരുത്തി വെച്ച കടമാണോ എന്ന് ഇപ്പോൾ സംശയം വരുന്നുണ്ട്. അമ്മയുടെ ഒരു മൊഴി വരുന്നുണ്ട്, കടം വാങ്ങിയവരുടെ ലിസ്റ്റ് എല്ലാം ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് വീട്ടിലുണ്ട് എന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസിന് അവിടെ കയറി അത് എടുക്കാൻ പറ്റും? ആ ഡയറി എത്രത്തോളം നിർണായകമാകും അങ്ങനെയെങ്കിൽ ഈ കേസിൽ? അതൊക്കെ പുതിയ പുതിയ വിവരങ്ങളാണ്.
അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വന്നെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അമ്മയുടെ അറിവോടുകൂടി തന്നെയാണോ കടങ്ങൾ മുഴുവൻ വാങ്ങിച്ചു കൂട്ടിയത്, അങ്ങനെയെങ്കിൽ അമ്മയ്ക്ക് ഒരു റോളുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും പള്ളിയിലെ ഉസ്താദുമായിട്ട് ഒരു ബന്ധമുണ്ട്, അവർ നിത്യമായിട്ട് അവിടെ പോകും, കടം വരുത്തി വെച്ചാൽ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയുള്ള ശ്രമമുണ്ട്, അതിന് ചില പ്രാർത്ഥനകളും ചില പൂജകളൊക്കെ വേണ്ടി വരും, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. കാരണം അങ്ങനെയെങ്കിൽ ആ ആളെ കണ്ടെത്തണം, അയാൾ ഇവരെ നിന്ന് എത്ര ലക്ഷം രൂപ അമക്കിയിട്ടുണ്ട് എന്നൂടെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ യഥാർത്ഥ പിക്ചർ വരുള്ളൂ. കാരണം അമ്മയെ പിന്നെ ഇതിനകത്ത് കോൺട്രഡിക്ടറി ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ പലതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അമ്മയാണ് ആദ്യം അടിക്കുന്നത്, അതെന്തിനെന്നാണ്. പക്ഷെ അപ്പോഴും അതായത് സാറ് പറഞ്ഞിടത്തേക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ അഫാന്റെ പിതാവ് ഭാര്യയെ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി പോയി. പോലീസുകാരോടും ചോദിച്ചത്, ബന്ധുക്കളോടും ചോദിച്ചത് ഇളയ മകൻ അഫ്സാൻ എവിടെയെന്നാണ്. പക്ഷെ അഫാനെ കുറിച്ച് ചോദിച്ചതായിട്ട് വാർത്തകളോ ബന്ധുക്കളോ പറഞ്ഞിട്ടില്ല. അതിൽ തന്നെ വ്യക്തമാണ് അമ്മ എന്തോ ഒളിക്കുന്നുണ്ട് എന്നല്ലേ. കാരണം അവർ പറയുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീണു എന്നാണ്. മകൻ അടിച്ചതോ അന്ന് ബഹളമുണ്ടായതോ അന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ അവർ മറച്ചു വെക്കുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ അനുമാനിക്കേണ്ടി വരും. കാരണം അമ്മയെ ഇവനൂടെ കാണിച്ചിരിക്കുന്ന ഈ സാമ്പത്തിക ബാധ്യത കൊണ്ട് തന്നെയാണ് മകൻ ഈ രീതിയിലോട്ട് പോയത് എന്നൊരു ധ്വനി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതേസമയത്ത് ഇവൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഇവൻ എന്തും കാണിക്കും, അല്ലെങ്കിൽ ഇവന് അങ്ങനെ ഒരു പയ്യനാണ് എന്ന് ബോധ്യവും വന്നു. പിന്നെ അവർക്ക് ആകെ ആശ്രയം ഇളയ മകനേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ഇളയ മകനെ പറ്റി കൂടുതൽ ചോദിക്കുന്നത്. നമ്മൾ വിചാരിച്ച ഒരു മാതൃത്വം എപ്പോഴും എത്ര ക്രിമിനൽ ആയാലും മക്കളായാലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യത്തിനകത്ത് അവർ മൂത്ത മകനെ പറ്റി ചോദിക്കുന്നേയില്ല. അതേ സമയത്ത് രണ്ടാമത്തെ മകനെ പറ്റി മാത്രം ചോദിക്കുന്നു. ആ ഒരു ചിന്ത വരുമ്പം അമ്മയുടെ റോള് ഇതിലപ്പുറത്തേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായിട്ടും സാധാരണക്കാരനും സംശയം ഉണ്ടാവും. കാരണം പറഞ്ഞാൽ തലേ ദിവസം ബന്ധുവിന്റെ വീട്ടിൽ പോയി 50,000 ചോദിച്ചിട്ടുണ്ട്, കൊലപാതകം നടക്കുന്ന ദിവസവും വിവരം ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് അറിയാം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന്. അതേക്കുറിച്ച് ഒന്നും പറയാതിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവും. അല്ലാതെ മറവി ബാധിച്ചിട്ടില്ല, മറ്റ് ഗുരുതരമായി തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ എങ്കിലും മറ്റു പ്രശ്നങ്ങളില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇളയ മോനെ കുറിച്ച് ചോദിക്കില്ലായിരുന്നല്ലോ. അപ്പോ ഇനി പോലീസിന് കൃത്യമായിട്ടും ഈ കടത്തിന്റെ എങ്ങനെ കടം വന്നു, ആർക്ക് പണം കൊടുത്തു എന്നതെല്ലാം ഈ അമ്മയിൽ നിന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ ലഭിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അമ്മയിൽ നിന്ന് ഇത് ലഭിച്ചേ പറ്റുള്ളൂ. കാരണം അമ്മയെ അറിഞ്ഞ ഈ തട്ടത്തുമല്ലയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും കടം വാങ്ങിച്ചത് മുഴുവൻ അമ്മയ്ക്കും മകനും അറിയാം. ആരെയൊക്കെ സ്വർണം പണയപ്പെടുത്തിയിട്ടുണ്ട്, ചിലരുടെ വസ്തു പണയം വെച്ച് പണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിയുമ്പോൾ അമ്മയ്ക്ക് കൃത്യമായിട്ട് ഈ കടബാധ്യതയെപ്പറ്റി നല്ല നോളജ് ഉണ്ട്, അറിവുണ്ട്. പക്ഷേ അമ്മ ഈ പയ്യനെ അടിയേറ്റെന്ന് പറയുന്നതിൽ ഇപ്പോൾ എനിക്ക് സംശയം വരുന്നുണ്ട്. കാരണം രാവിലെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം അമ്മയ്ക്കിട്ടാണ് അടിച്ചെങ്കിൽ വൈകിട്ട് ഇതെല്ലാ കൃത്യവും കഴിഞ്ഞ് തിരിച്ചു വരുന്നിടം വരെ അമ്മ ജീവിച്ചിരിക്കുമോ സംശയമുണ്ട്. കാരണം അമ്മ അറിഞ്ഞിട്ടുണ്ടാവും ഈ ഇളയ മോനെ അടിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ പെൺകുട്ടിയെ വന്നത്. അതിന് ശേഷമായിരിക്കണം അമ്മയ്ക്കിട്ട് അടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ 10 മണി മുതൽ ഏകദേശം ആശുപത്രി കൊണ്ട് 8 മണിക്കൂർ തലയിലുണ്ടായ ആ മുറിവ്, ആ ഇഞ്ചുറി വെച്ച് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ സംശയമുണ്ട്. അത് ലേറ്റായി ഇവർ പോലീസ് ഏറ്റവും അവസാനം അമ്മയ്ക്കിട്ട് അടിച്ചിട്ടായിരിക്കണം, അമ്മയും കൂടെ കൊന്നുകളയാം എന്ന് കരുതിയിട്ടായിരിക്കണം പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആദ്യം അമ്മയെ അടിച്ചിട്ടില്ല, കഴുത്ത് മുറുക്കി റൂമിലിട്ടു എന്നല്ലേ പറയുന്നത്. പിന്നീടാണ് ചുറ്റിക വാങ്ങുന്നതും അടിക്കുന്നതൊക്കെ. അതുകൊണ്ട് ഏറ്റവും അവസാനം അടിച്ചത് അമ്മയ്ക്കിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം, അവരെ മുറി പൂട്ടിയിട്ടു, വെളിയിൽ ഇറങ്ങാൻ മേല. അതുകൊണ്ട് ഇളയ മകന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കണ്ടോ, മറ്റേ പെൺകുട്ടി മുകളിലോട്ട് കയറിപ്പോകുന്നുണ്ടാവും. മുകളിൽ വെച്ച് ഇടിക്കുന്നതൊക്കെ താഴത്തെ നിലയുള്ളവർക്ക് ആ 2ാം നിലയിലെ ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ കേൾക്കാം, താഴെയുള്ളവർക്ക് ആ ശബ്ദം. അപ്പോൾ അമ്മയ്ക്ക് എന്തോ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ പെണ്ണ് വന്നത് ചിലപ്പോൾ അമ്മ ജനലിൽ കൂടെ കണ്ടിട്ടുണ്ടാവും. കഴുത്ത് മുറിക്കെന്ന് പറഞ്ഞാൽ അവർ അൺകോൺഷ്യസ് ആയിട്ട് കിടന്നിട്ടില്ല, അവർ അൺകോൺഷ്യസ് ആയിട്ട് ബ്ലീഡ് ചെയ്ത് കിടക്കുന്ന ഏറ്റവും അവസാനം. അപ്പം അത് എല്ലാ കൃത്യങ്ങളും ചെയ്ത ശേഷം ആണ് അമ്മയ്ക്കിട്ട് തലയ്ക്ക് ഇടിച്ചതെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. അങ്ങനെയെങ്കിൽ അത് അമ്മ ഇളയ കൊച്ചിൻ്റെ വിവരം അവൻ്റെ വിളിച്ചോ ഇല്ല നമുക്കറിയില്ല.
അവൻ എന്തെങ്കിലും 4 മണിക്ക് ശേഷം ആയിരിക്കണം അമ്മയ്ക്കിട്ട് അടിക്കുക. അവൻ വന്ന ശേഷം ആയിരിക്കണം അവൻ്റെ കാര്യം കഴിയും. അവൻ വരേണ്ട സമയത്ത് തന്നെ അതായിരിക്കും അവർ ചോദിക്കാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം അവൻ 3:30 മണി 4 മണിക്ക് വീട്ടിൽ വരണം. ആ സമയത്തായിരിക്കും അമ്മയെ അടിച്ചിരിക്കുന്നത്. അപ്പം ഇവന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് ന്യായമായി സംശയിക്കാം അവരടി കിട്ടിയപ്പോൾ. അത് വെച്ചിട്ടായിരിക്കണം അമ്മ തറയിൽ വീണതാണ് എന്ന് പറഞ്ഞത്. അത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഈ മൂത്തവനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾക്ക് അമ്മയ്ക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ അറിയാതെ എന്തായാലും ആർക്കും പണം കൊടുക്കില്ലല്ലോ. ഇല്ല അമ്മയുടെ അല്ലെങ്കിൽ വിളിച്ചെന്ന് ചോദിക്കും. അപ്പോൾ കൊടുത്തു, കുഴപ്പമില്ല. അമ്മയുടെ അറിവോട് തന്നെയാണ് ഈ കടം വരുത്തിയത്. ഈ കടത്തിൻ്റെ കുറേ പൈസ അവർക്ക് എങ്ങനെയോ പോയിരിക്കുന്നു. അത് ആര് കൊണ്ടുപോയി എന്ന് കണ്ടെത്തണം. പക്ഷേ ഇവന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് അമ്മയെ ഭീഷണിപ്പെടുത്തി ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങാനുള്ള സാധ്യത അതും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. അമ്മയെ ഭീഷണിപ്പെടുത്തി ഒരു പക്ഷേ എനിക്ക് പണം വേണം നിർബന്ധിച്ചിട്ടുണ്ടാവാം. അമ്മയെ കൊല്ലുമെന്നോ മറ്റോ ഭീഷണിപ്പെടുത്തി കുടുംബ ബന്ധുക്കളുടെ അടുത്ത് കൊണ്ടുപോയി പണം ആവശ്യപ്പെടാം. അങ്ങനെ ഒരു സാധ്യത കൂടി തള്ളിക്കളയാൻ പറ്റുമോ? അത് അവർക്ക് വളരെ ബുദ്ധിപൂർവ്വം ആരുടെ ഇത് കൺവേ ചെയ്ത് ഇവനെ പോലീസ് പിടിപ്പിക്കണമെങ്കിൽ പോലീസിലെ ബന്ധുക്കളെ അറിയിച്ചിട്ട് അപകടം ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ ഇത് പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നല്ലോ. അതിലേക്ക് അവർ വന്നില്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ഇവനെ കുറച്ച് വയലൻസിലേക്ക് പറഞ്ഞ പോലെ ഒരു ശാന്തനായ വളരെ ക്വയറ്റായ ഒരു ബോയ് ആയിട്ടായിരിക്കും അമ്മ കാണുന്നത്. എങ്കിലും ഇവൻ്റെ സംസാരവും അമ്മയുടെ കഴുത്ത് മുറിക്കും. അപ്പം പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ ആ 8 വർഷം മുമ്പ് ആ വിഷമെടുത്ത് കഴിച്ചെന്നുള്ള സംഭവം അത് മുതൽ അമ്മയ്ക്ക് ഇവൻ ആരാണെന്ന് അറിയാം കൃത്യം. അവ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നും അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അവർ പ്രിവെൻറ്റ് ചെയ്യാൻ ആരുടെയെങ്കിലും സഹായം തേടണമായിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉള്ളത് കൊണ്ടായിരിക്കാമോ ഒരുപക്ഷെ ഇവൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഈ പണം അതായിരിക്കും അവനെ അതായിരിക്കും അതിനൊരു സാധ്യത കൂടുതലാണ്. അമ്മ എപ്പോഴും പണം കൊടുക്കും. അവർക്ക് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചിട്ട് സ്വർണ്ണമോ പണമോ ചോദിക്കുമ്പോൾ അമ്മയും കൂടെ ഇവനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇത് വരുത്തി വെച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത് വളരെ സൂക്ഷിച്ചു വേണം ആ ഡിവൈഎസ്മാർ ഇത് കൈകാര്യം ചെയ്യാൻ. കാരണം ഈ കേസിനകത്ത് സർക്കംസ്റ്റാൻഷ്യൽ സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ, സാക്ഷികളാരുമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പോലെ അത് പറയുന്നത് ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉള്ള ഒരു കേസ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ മോട്ടീവ് വേണം. ഇതിനകത്ത് മോട്ടീവിലേക്ക് പോലീസ് ഇതുവരെ എത്തിയില്ല. എന്തുകൊണ്ടാണ് ഇവരെല്ലാം കൊന്നത്? അത് കടം വരുത്തി വെച്ചതാണ് എന്ന് പറയുന്നത്. അപ്പം വേറൊരാൾ കൂടെ അറിവുണ്ട്. ഈ കടം വരുത്തി വെച്ച അമ്മയ്ക്കൂടെ അറിവുണ്ട്. അപ്പോൾ ഇവൻ തന്നെ കടം വരുത്തി വെച്ച് അതിന് ശേഷമാണ് വേറൊരു കാര്യത്തിൽ ചിന്തിക്കുമ്പം എല്ലാവരെയും കൊന്ന ശേഷം അമ്മയും കൂടെ കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കടത്തിൻ്റെ ലെവൽ എത്രയുണ്ടെന്ന് അറിയാം. അതുകൊണ്ടായിരിക്കും അമ്മയും കൂടെ കൊല്ലാനായിട്ട് പോയത്. അത് ആദ്യമായിരിക്കത്തില്ല, ഏറ്റവും അവസാനമായിരിക്കണം അമ്മയ്ക്കിട്ട് അടിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇപ്പം ഇനി അഫാനെയും പിതാവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന വിവരം പോലീസിന്. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് എന്തെങ്കിലും നിർണായക സൂചനകൾ കിട്ടാനുള്ള സാധ്യതയുണ്ടോ കടത്തിൻ്റെ കാര്യത്തിലെങ്കിലും? തീർച്ചയായിട്ടും. ഇപ്പം ഈ മകനും അമ്മയും വരുത്തി വെച്ച കടത്തെപ്പറ്റിയൊന്നും അയാൾക്ക് വലിയ ബോധം ഉണ്ടാവില്ല. അയാൾക്ക് നോളജ് ഇല്ല, അറിവില്ല. അയാളുടെ നേരത്തെയുള്ള വാർത്ത വന്ന് 28,000 ദിറംസിൻ്റെ കടവേ ഉള്ളൂ. അതൊരു 4-5 ലക്ഷം രൂപയുടെ കടം. അതൊക്കെ അവിടെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് ഈ വീട്ടുകാർ പറയുന്ന പോലെ ബൃഹത്തായ ഒരു കടം ഇവർക്കില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ മകൻ പറഞ്ഞാലും അയാൾക്ക് വിശ്വാസമില്ല, അമ്മ പറഞ്ഞാലും വിശ്വാസമില്ല. കാരണം അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, കടങ്ങളൊന്നും ബോധ്യപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങിച്ച് ചെയ്തു എന്നൊക്കെ പറയാം. പിന്നെ ഒരു കള്ളം കൂടെ പറഞ്ഞിരിക്കുന്ന 1 ലക്ഷം രൂപ വണ്ടി കാറ് വിറ്റിട്ടുണ്ട്. കാറ് വിറ്റപ്പം ആ കാറിന് 4.5 ലക്ഷം രൂപ കിട്ടി. ആ ഒരു പൈസയും അങ്ങ് കൊടുത്തിട്ടില്ല. ധാരാളിത്തം ആയിരിക്കണം അമ്മയും മകനൂടെ ചെയ്ത് കൂട്ടിയിരിക്കണം. കാരണം വലിയ വീടുണ്ട്, അത് വെച്ചിട്ടുണ്ട്. 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു വെച്ച് നല്ല വീടും വെച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ജീവിത നിലവാരം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ്. കാരണം അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കാൻ പറ്റി 2 വീലർ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. പഴയ വണ്ടി വിറ്റിട്ട് 4 ലക്ഷം രൂപ എങ്ങോട്ട് പോയെന്ന് കണ്ടുപിടിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ കാര്യങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും ഉസ്താദ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ രാത്രിയിലുള്ള പോക്ക് 8 വർഷമായിട്ട് അവൻ ഈ രാത്രി പോകുന്നത് അമ്മ തടയണമായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് പറയണമായിരുന്നു, അല്ലെ അമ്മയുടെ സഹോദരന്മാരുടെ അടുത്ത് പറയണം. അതൊന്നും പറയാതെ ആ മകനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല.
അങ്ങനെയല്ല ആ പ്രശ്നം കഴിയുക. അതുകൊണ്ടല്ലേ ഇത്ര വലിയ ഒരു പ്രശ്നം ഉണ്ടായത്. അമ്മയ്ക്ക് ഈ ഇളയ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നൊരു നോളജ് ഉണ്ട്. ബാക്കിയുള്ളതൊന്നും ചിലപ്പോൾ അറിയാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ പെണ്ണ് അവിടെ വന്നത് ചിലപ്പം ജനലിൽ കൂടെ കണ്ടു കാണും. കാരണം ആ പെൺകുട്ടിയുടെ നിന്ന് സ്വർണം വാങ്ങിച്ച വിവരവും അമ്മയ്ക്കറിയാം. അതിൻ്റെ ഗിൽറ്റ് വാങ്ങിച്ചു കൊടുത്ത് ഇവൻ തന്നെ വാങ്ങിച്ച അമ്മ വാങ്ങിച്ചു കൊടുത്താണെങ്കിലും അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ ഈ കൊലപാതകങ്ങൾക്ക് ബിഹൈൻഡായിട്ട് ഒരാൾ അമ്മയുടെ സാന്നിധ്യം ഉണ്ട്. കൊല്ലാൻ കൂട്ടുന്നതെന്ന് ഞാൻ പറയില്ല, എങ്കിലും അതിലേക്ക് ഈ പയ്യൻ ചെന്ന് ചാടിയത് അമ്മയ്ക്കൊരു റോളുണ്ട്. പിന്നെ ഇത്രയും പണം എങ്ങോട്ട് പോയി എന്ന് കൃത്യം അവരുടെ വീട്ടു ചെലവിനൊന്നും അല്ല, അല്ലാതെ പണം പോയിരിക്കുന്നു. അത് ഏത് വഴിക്ക്? ഇവനെ മദ്യപിക്കാനോ ഇവന് കുടിക്കാനോ അത്രയും പണം ആവശ്യമില്ല. അപ്പോൾ ആരോ പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.